അങ്ങനെ വീണ്ടും എക്യുപ്മെന്റ് ആണ്. ഇതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് മുഴുവനായിട്ട് കേൾക്കാം. പിന്നെ അടുത്ത സ്റ്റോൾ എന്ന് പറയുന്നത് കുത്താമ്പള്ളിയിലത്തെ ആയിരുന്നു. പിന്നെ വന്നത് ഒരുപാട് തരം ചിപ്സ്, കപ്പലണ്ടി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. മിക്സ്ചർ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ ഏതാ ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കത്തികളുടെ, പിന്നെ പണ്ടത്തെ കാലത്തെ മിഠായികൾ ഏതെടുത്താലും 30 രൂപ. അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ചോക്ക് മിഠായി തുടങ്ങി ഇനി വേറെ ഒന്നുമില്ല, എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ചിപ്സ്, ഫ്രെയിംസ് എല്ലാം അതിനകത്തുണ്ട്. ഒരുപാട് തരം ഉണ്ട്. ഇത് മാജിക്കിന്റെ ഒരു സ്റ്റോളായിരുന്നു. ഇവിടെ നിറച്ച് മാജിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് വാങ്ങിക്കോളൂ. ആ അങ്കിൾ മാജിക് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ മാജിക്കുകൾ ഒരുപാട് ഈ ഒരു സ്റ്റോളിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ചെയ്യാന്ന് അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോടൻ ഹൽവകളാണ്. അവരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സ്റ്റോളിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഗർബത്തികളുടെ ഒരു സ്റ്റോളായിരുന്നു. അവിടെ ബാഗുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കത്തിച്ചു വെക്കണ സ്റ്റാൻഡ് സ്റ്റീലിന്റെയും മണ്ണിന്റെയും ഉണ്ടായിരുന്നു. പിന്നെ കുറെ റെയിൻബോ റിങ്, പിന്നെ കീ ചെയിനുകൾ, പല വെറൈറ്റി കീ ചെയിനുകൾ ഉണ്ടായിരുന്നു. മുകളിലൊക്കെ നിറയെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. BTSന്റെയും അതുപോലെ പല ടൈപ്പ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഐസ്ക്രീമിന്റെ ഒരു സ്റ്റോൾ എത്തി. അവിടെ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതിൽ ഒരു ഭയങ്കര ഒരു ഓഫറായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് മൊബൈലിന്റെ സ്ക്രീൻ കാർഡ് മാറ്റാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് തരുന്നു. സ്ക്രീൻ കാർഡ് മാറ്റാനായിട്ട് 200 റുപ്പീസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ പുട്ടുണ്ടാക്കണ പുട്ടും കുറ്റികൾ, അതുപോലെ സ്റ്റീലിന്റെ ഒരുപാട് ഐറ്റംസ്, പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ്, റേറ്റുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. 60 രൂപ, 80 രൂപ, അങ്ങനെ പല റേറ്റിലുണ്ട്. പിന്നെ കാസറോളുകൾ 200, 220 അങ്ങനെ പല റേറ്റുകളിലുള്ള പല കാസറോളുകളും ഒരുപാടുണ്ടായിരുന്നു. പല കളറുകളിലുള്ളതുണ്ടായിരുന്നു. പിന്നെ മെഴുതിരി സ്റ്റാൻഡ്, അഗർബത്തിയുടെ സ്റ്റാൻഡുകൾ,
പിന്നെ ഒരുപാട് ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ബ്രഷുകളായാലും വെയിറ്റ് ഗ്രില്ല് ചെയ്യണതായാലും ചെറിയ പാത്രങ്ങൾ, പിന്നെ അലുമിനിയം ഫോയിലുകൾ, ഗ്യാസിൻ്റെ സ്റ്റാൻഡ് തുടങ്ങി അരിപ്പകൾ എല്ലാം നമ്മൾ ഒരു എക്സിബിഷന് വരുമ്പോൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയെടുക്കണം, ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. 30 രൂപയുടെ അരിപ്പ തുടങ്ങി എന്തും ഈ ഒരു സ്റ്റാളിലുണ്ട്. കത്തികൾ, അതുപോലെ ഒരുപാട് കത്തികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യണ ഒരു സ്റ്റാൻഡാണ് 120 റുപ്പീസിന്. അതിനകത്ത് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്റ്റാൻഡ്, ഗ്യാസ് സ്റ്റോവിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ബാംബൂന്റെ ബഡ്സ് ആണ് 60 റുപ്പീസിന്. പിന്നെ ദോശര, അതൊക്കെ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാണ്. ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 3 മുറം 100 രൂപ, അങ്ങനെ കട്ടിങ്ങിന്റെ അങ്ങനെ ഒരുപാട്. പിന്നെ കറ കളയുന്നത്, അത് നല്ലതാണ് കേട്ടോ, സ്റ്റെയിനുകളെല്ലാം പോവും. അങ്ങനെ ഇതാണ് പുറത്തത്തെ ഒരു കാഴ്ച. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മസാലകളുടെ ഒരു ഷോപ്പാണ്. പട്ട, കരയാമ്പൂ, ഏലക്കായ, സാജീരകം തുടങ്ങിയ എല്ലാതും ഉണ്ട്. ഏലക്കായയുടെ ഒരു 3-4 ക്വാളിറ്റീസ് ഉണ്ട്. എല്ലാത്തിനും പല റേറ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ ജേഴ്സികളുടെ ഒരു വർണ്ണ ലോകമാണ്. ജേഴ്സികളും ഇന്നേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ടീമിന്റെ ജേഴ്സികളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് വാങ്ങാം. പിന്നെ കുത്താമ്പള്ളി കൈത്തറിയുടെ ഒരു ഷോപ്പ് പിന്നെയും വന്നു. അവിടെ ഒരുപാട് നമുക്ക് കുത്താമ്പള്ളി വരെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പക്ഷെ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. നമ്മൾ കുത്താമ്പള്ളിയുടെ വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. അവിടത്തേക്കാൾ അപേക്ഷിച്ച് റേറ്റ് ഇത്തിരി കൂടെ കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരുപാട് യൂണിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇതൊരു ചെയറാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡയപ്പറിന്റെ ഒരു ഇതാണ്. അതിന് ഭയങ്കര ഓഫറൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു വലിയ പാക്കിന്. പിന്നെ നെറ്റിപ്പട്ടം. പിന്നെ ഇവിടെ ഒരുപാട് പെയിന്റിങ്സും അതുപോലെ ഫോട്ടോ ഫ്രെയിംസും പിന്നെ ബുദ്ധയുടെ വൻ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കൃഷ്ണനായാലും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ആന, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. തേൻ നെല്ലിക്ക 10 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപയ്ക്ക് തേൻ നെല്ലിക്ക. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഒരു സ്റ്റോളായിട്ട് തോന്നി. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 120 റുപ്പീസിന് ഫ്രെയിം ചെയ്ത് അവർ തരും. അങ്ങനെയായിരുന്നു അത്. പിന്നെ പിന്നെയും പണ്ടത്തെ മിഠായികൾ. അതിന്റെ ഒരു 2-3 സ്റ്റോൾ ഉണ്ടായിരുന്നു. പഴയ കാല മിഠായികൾ എന്നും പറഞ്ഞ് നമ്മുടെ ജീരക മിഠായി തുടങ്ങി എല്ലാതും. പിന്നെ അരിപ്പകള്, പിന്നെ ഈ വെജിറ്റബിൾ കട്ടർ ഒരുപാട് കണ്ടു. പിന്നെ വളരെ മാല, അങ്ങനെയുള്ള ഷോപ്പുകൾ, ഡ്രസ്സിന്റെ. പിന്നെ എക്സിബിഷൻ സ്പെഷ്യൽ അച്ചാറിന്റെ ഷോപ്പ്. ഇതില് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ. നമ്മുടെ പച്ചപ്പയർ വരെ അവർ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചപ്പയർ, ബീട്രൂട്ട്, മിക്സഡ് വെജിറ്റബിൾ, അങ്ങനെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോപ്പിറ്റിന്റെ ബാഗ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സെയിം ഒരു 2-3 സ്റ്റോളില് പോപ്പിറ്റിന്റെ വന്നിട്ടുണ്ടായിരുന്നു. ചെരുപ്പുകള്, ഇങ്ങനത്തെ ചെരുപ്പുകള് ഈ എക്സിബിഷനിൽ തന്നെയാണ് കൂടുതലായിട്ട് കാണാറ്. പല ടൈപ്പ്, നല്ല ഭംഗി. ഇതൊക്കെ 200 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര റേറ്റ് ഒന്നും ഇല്ല ഇതിനൊന്നും. മുകളിൽ ആ ഒരു ഷോപ്പിന്റെ നമ്മൾ നടക്കുന്ന ഭാഗത്ത് മുകളിൽ മുഴുവൻ ചെരുപ്പുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതേ പഴയകാല മിഠായികൾ പിന്നെയും ഉണ്ട്. പിന്നെ ക്യാപ്പുകൾ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഡേയ്സ് ക്യാപ്പ്, പിന്നെ അതുപോലെ ചാർലി ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് 5 കപ്പ് 100 രൂപ എന്ന് പറഞ്ഞ് ഇത്തിരി വെയിറ്റ് ഉണ്ട്, എന്നാലും പല ഡിസൈനിലുള്ള കപ്പുകൾ. പിന്നെ ഈ ഒരു പല ടൈപ്പ് ബോട്ടിലുകൾ നല്ല ഷാർപ്പായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്നത്, അതിന് 250, അങ്ങനെ 100 രൂപയ്ക്കൊക്കെ ഇതേ 5 ഗ്ലാസ് 6 ഗ്ലാസ് അങ്ങനെ പല റേറ്റിന് കിട്ടുന്നുണ്ട്. പിന്നെ പാലാസോ ടോപ്പുകളൊക്കെ 3 എണ്ണം 500 ആ ഒരു റേറ്റിലാണ്. പിന്നെ ഒരുപാട് പേനകൾ, ഇത് പല സ്ഥലത്തും ഇപ്പൊ കാണാനുണ്ട്. പല ടൈപ്പ് പേനകൾ, പെൻസിൽ ബോക്സുകൾ, കുട്ടികളുടെ പല ടൈപ്പ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റിക്കറുകൾ, ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ ആണല്ലോ കൂടുതൽ പ്രിയം, അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെയും ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ പല ടൈപ്പ് ഫോട്ടോസ്, ഡ്രോയിങ്സും വരച്ചതും ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകതയായിട്ട് തോന്നിയത് ലാസ്റ്റ് സപ്പറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മോഡലല്ല, 2 തരം വെറൈറ്റി ലാസ്റ്റ് സപ്പർ അതിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും നല്ല ചൂട് ബജ്ജികൾ റെഡി ആയിട്ടിരിക്കുകയാണ്. മുളക് ബജ്ജിയും അതുപോലെ ചില്ലി ഗോബി പല ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. അത് അവിടെ നിന്ന് കഴിച്ച് നമുക്ക് പുറത്ത് റൈഡുകൾ കണ്ട് അങ്ങനെ കുറച്ചു നേരം എല്ലാവരും നിൽക്കും. അത് കഴിയുമ്പോഴേക്കും പിന്നെയും സ്ട്രോളുകൾ കുറച്ചും കൂടി ഉണ്ട്.
സാധാരണ ഉണ്ടാവാറുള്ള റൈഡുകളൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. മരണക്കിണർ ഉണ്ടായിരുന്നില്ല, അതിന് പകരം ഒരു അക്വാ വേൾഡ് ഒരു എക്സ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ടിക്കറ്റ് ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് അത് കാണാനായിട്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് റോബോട്ടിക്സ് ഉണ്ടായിരുന്നു. അതിന് ഒരു 50 റുപ്പീസാണ് അതിൻ്റെ എൻട്രി ഫീസ്. അതിനകത്ത് കയറുകയാണെങ്കിൽ പലതരം റോബോട്ടുകളെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങുമ്പോഴും കുറച്ച് സ്ട്രോളുകളും കൂടിയും ബാക്കിയുണ്ടായിരുന്നു. അവിടെ ബൾബുകൾ, അതുപോലെ ഓരോ മതസ്ഥർക്കും അവരുടെ പ്രാർത്ഥനാ രീതിക്ക് അനുസൃതമായിട്ടുള്ള രൂപക്കൂടുകൾ അവിടെ ഉണ്ടായിരുന്നു. 6000 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രൂപങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതും നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മളവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവർ വീട്ടിലെത്തിച്ചു തരും. പിന്നെ ഇതൊരു പുതിയൊരു ഐറ്റമായിട്ട് തോന്നി. സാധാരണ നമ്മൾ ബബിൾ വിടാനായിട്ട് പലതരത്തിലുള്ള ഐറ്റംസും കണ്ടിട്ടുണ്ട്. ഇത് ഗണ്ണിലാണ് ബബിൾ, 200 റുപ്പീസാണ് ഇതിന്. ഇത് നമ്മൾ ആ ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ ഒരുപാട് ബബിളുകൾ അറ്റ് എ ടൈം വരും. അത് നല്ലൊരു ഐറ്റമായിട്ട് തോന്നി. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് 3 ബാറ്ററികളാണുള്ളത്. അപ്പോൾ ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കണ്ട, ഒരുപാട് ബബിൾസ് ഒറ്റ ടൈമിൽ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെയും ഇതുപോലെ കുറച്ച് ഷോപ്പുകളും കൂടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ കൈ ചെയിനുകൾ, റിങ്ങുകൾ, അങ്ങനെ ഇത് അവര് ഷുഗർ നോക്കി തരുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെയും മൊബൈൽ സ്ക്രീൻ മാറ്റി തരുന്നത്, അതുപോലെ ചെടികൾ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഫാമിലി ഗെയിം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഫാമിലി ഗെയിമുകൾ, അതിന് പ്രൈസ് കിട്ടുന്നതൊക്കെ. പിന്നെ പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഐറ്റംസ്. അത് ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. ഇപ്പോൾ പക്ഷെ തൃശ്ശൂർ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 2023 എക്സിബിഷന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് KSCBയും അതുപോലെ തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ സ്റ്റാള്, ഖാദിയുടെ, ഖയറിന്റെ, അങ്ങനെ പല സ്റ്റാളുകളും. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ കണ്ണൻദേവൻ ടീ പൗഡർ അവരൊരു ഗെയിം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെണ്ടയും കോലും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രീനിൽ കണ്ണൻദേവൻ ടീ പൗഡറിന്റെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെണ്ട കൊട്ടുന്നതിനനുസരിച്ച് കണ്ണൻദേവന്റെ പിക്ചർ തെളിഞ്ഞു വരും. അങ്ങനെ 1 മിനിറ്റിന്റെ ഉള്ളിൽ അത് മുഴുവനായിട്ട് തെളിഞ്ഞു വന്നാൽ നമുക്ക് പ്രൈസ് ഉണ്ട്. അതാണ് ഗെയിം.